ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കനോലി കനാലിന്റെ ഓളപ്പരപ്പുകളെ തുഴയെറിഞ്ഞ് കൈപ്പിടിയിൽ ഒതുക്കുന്ന ജലരാജാക്കന്മാരുടെ വള്ളംകളി മത്സരമായ കണ്ടശാങ്കടവ് ജലോത്സവം ഇത്തവണയും ആവേശമായി. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിക്കായി നടന്ന കണ്ടശാങ്കടവ് ജലോത്സവത്തിൽ ജലരാജാക്കന്മാരായി എടത്തുവ ടൗൺ ബോട്ട് ക്ലബിന്റെ ചുണ്ടൻവള്ളം വിഭാഗത്തിൽ ജവഹർ തായങ്കരി 1ാം സ്ഥാനവും സൗത്ത് പറവൂർ വെല്ലൂർ ബോട്ട് ക്ലബിന്റെ ആലപ്പാട് ചുണ്ടൻ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ജലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PS പ്രിൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ച് വിജയിച്ച ടീമുകൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസരം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 2-ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനുള്ള തീരുമാനമൊന്നും കമ്മീഷൻ ഇതുവരെ എടുത്തിട്ടില്ല. വോട്ടർ പട്ടിക പുതുക്കുന്നതിന് തീരുമാനിക്കുകയാണെങ്കിൽ വിവരം കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതാണെന്നും അറിയിച്ചു. ഓണക്കളികൾ കളിച്ചും സദ്യയുണ്ടും ഓണാഘോഷത്തെ അടുത്തറിഞ്ഞ് വിദേശ പ്രതിനിധി സംഘം. ഓണത്തെ രാജ്യാന്തര ടൂറിസം മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സംഘടിപ്പിച്ച കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനായി എത്തിയവരാണ് കോട്ടയം ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഓണാഘോഷം നേരിട്ടറിഞ്ഞത്. 60 കോടി രൂപ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബോളിവുഡ് നടി ശില്പ ഷെട്ടിക്കും ഭർത്താവ് രാജ് കുന്ദ്രയ്ക്കുമെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസ് അന്വേഷിക്കുന്നുണ്ട്. ദമ്പതികൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുന്നതിനാവശ്യമായ നിയമപരമായ രേഖകൾ മുംബൈ പോലീസ് ഇമിഗ്രേഷൻ വകുപ്പിന് കൈമാറി. സ്വർണ്ണവില പവന് 80,000 രൂപയിലേക്ക്, ഗ്രാമിന് 10,000 രൂപയ്ക്ക് തൊട്ടടുത്തെത്തി. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവില ഉയരാൻ കാരണം. ദീപാവലിക്ക് മുൻപ് തന്നെ സ്വർണ്ണവില 80,000 രൂപ കടക്കുമെന്നാണ് വിലയിരുത്തൽ. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയും ഉയർന്ന് പവന് 65,320 രൂപയിലെത്തി.